നമ്മൾ വിശ്വാസത്തിൻ്റെ പ്രകൃത്യാതീത അർത്ഥത്തെക്കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. വിശ്വാസത്തിൻ്റെ പ്രകൃത്യാതീത അർത്ഥം അതിൽ 92ാമത്തെ ഖണ്ഡികയാണ്. ഇന്നലെ 737ാമത്തെ ഖണ്ഡിക നമ്മൾ പഠിച്ചപ്പോൾ നമ്മൾ ആ വിശ്വാസത്തിൻ്റെ ക്രിസ്തു രഹസ്യത്തിൻ്റെ പ്രകൃത്യാതീത കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. ക്രിസ്തു ആത്മാവ് ഉത്ഥിതനായ കർത്താവിനെ അവർക്ക് വെളിപ്പെടുത്തുന്നു. അവിടുത്തെ വചനം അവരെ അനുസ്മരിപ്പിക്കുന്നു. അവിടുത്തെ മരണവും ഉത്ഥാനവും ഗ്രഹിക്കാൻ അവരുടെ മനസ്സ് തുറക്കുന്നു. അവിടുത്തെ ക്രിസ്തു രഹസ്യം സന്നിഹിതമാക്കുന്നു. പരമമായി കുർബാനയിൽ അവരെ രമ്യപ്പെടുത്തി അവരെ ദൈവവുമായുള്ള സംസർഗത്തിലേക്ക് കൊണ്ടുവരാനും അവർ ധാരാളം ബലം പുറപ്പെടുവിക്കുവാനും വേണ്ടിയാണിത്. ഇവിടെ ഒരുപക്ഷെ ഇന്നലെ ഞാൻ പറഞ്ഞത് പൂർണ്ണമായിട്ട് ഇല്ലെങ്കിൽ പ്രധാനമായിട്ട് ഒരു കാര്യം കൂടി എനിക്കിപ്പോൾ അതിൽ അതിൽ ഊന്നിപ്പറയാൻ തോന്നുന്നത്, ഇന്നലെ കഠേനാവറയായിൽ ഞാനത് പറഞ്ഞു. കാരണം അതൊരു ചോദ്യത്തെ ആസ്പദമാക്കിയാണ് നമ്മുടെ ഗ്രൂപ്പിലുള്ളൊരു സഹോദരൻ ചോദിച്ചത്. ഇതാണ് ഞാനിങ്ങനെ പറയാനിടയായി. ഈശോയുടെ പരസ്യജീവിത കാലത്തെ ക്രിസ്തുവും അതിനുശേഷം ഉള്ള പീഡാസഹനം, മരണം, ഉത്ഥാനത്തിന് ശേഷമുള്ള മഹത്വീകരിക്കപ്പെട്ട ക്രിസ്തുവിൻ്റെ അനുഭവത്തിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ക്രിസ്തു അനുഭവം എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ ക്രിസ്തുവിൻ്റെ ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങളെയും പ്രത്യേകം മനസ്സിലാക്കണം. അതിൽ ഇപ്പോൾ ക്രിസ്മസാണ്, ക്രിസ്തു അനുഭവമാണ് ക്രിസ്മസ്. പക്ഷേ ക്രിസ്മസിലൂടെയുള്ള ക്രിസ്തു അനുഭവം അതിൻ്റെ ഒരു ആരംഭമേ ആയിട്ടുള്ളൂ. അങ്ങനെ ക്രിസ്തു മനുഷ്യനായി അവതരിക്കുന്നു, അല്ലെങ്കിൽ ദൈവം മനുഷ്യനായി അവതരിക്കുന്നു. അത് ഭയങ്കര വലിയ രഹസ്യമാണ്. എന്നാൽ അത് അതിൽ ആരംഭിക്കുന്നു. പിന്നെ ക്രിസ്തു ജീവിക്കുന്നു. 30 വർഷത്തെ ഈശോയുടെ ആ ജീവിതം, അത് വലിയ കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്നതാണത്. അതിനെക്കുറിച്ച് അധികം കാര്യമായിട്ടൊന്നും എഴുതിയിട്ടില്ല. അപ്പം 30 വർഷത്തെ ജീവിതം, പിന്നെ 3 വർഷത്തെ പരസ്യ ജീവിതം. ആ പരസ്യ ജീവിതത്തിൽ ഈശോ എല്ലാം ചെയ്തു എന്ന് വിചാരിക്കരുത്. അതാണ് ഈശോ പറഞ്ഞു യോഹന്നാൻ്റെ സുവിശേഷത്തിൽ, എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്യുന്നവയും അതിനേക്കാൾ വലുതും ചെയ്യും, അതിനേക്കാൾ വലുതും ചെയ്യും എന്ന് ഈശോ പറയുന്നത് എന്തുകൊണ്ടാണ്? ഈ ഈശോയുടെ പരസ്യ ജീവിത കാലത്ത് യേശു വാസ്തവത്തിൽ മുഴുവനായിട്ടൊന്നും ചെയ്തിട്ടില്ല. എന്തർത്ഥത്തിലാണ്? യേശു വന്നിരിക്കുന്നത് ലോകം മുഴുവനെയും രക്ഷിക്കാൻ വേണ്ടിയാണ്. ഈ ലോകം മുഴുവൻ്റെയും രക്ഷയ്ക്ക് വേണ്ടി യേശു ചെയ്യാൻ വന്നിരിക്കുന്ന ഏറ്റവും പ്രധാന കാര്യം തൻ്റെ ജീവൻ ബലിയർപ്പിക്കുക, പീഡ സഹിച്ച് മരിക്കുക. അതാണ് ഏറ്റവും വലിയ കാര്യം. എന്തിനാണത്? അതിനുശേഷം ഉയർക്കാൻ വേണ്ടി. പീഡാസഹനം, മരണം, ഉയർപ്പ്. ഇതിങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോകരുത്. അതാണ് കെയ്റോസ് ഞാൻ പറഞ്ഞു. ക്രോണോസ് എന്നത് ലോകസ്ഥാപനത്തിന് മുതലുണ്ടായിട്ടുള്ള നിരവധി സംഭവങ്ങൾ. ക്രോണോമീറ്റർ എന്താണ് ക്രോണോമീറ്റർ? ഇത് കണ്ടോ, ഇതൊരു വാച്ചിന് എന്ത് പറയും? ക്രോണോമീറ്റർ എന്ന് പറയും. എന്തുകൊണ്ടാണ്? സമയാസ്പദമായ കാര്യമാണ് ക്രോണോസ്. ആ സമയാസ്പദമായ കാര്യം അവസാനം വന്നു ചേരുന്നത് കെയ്റോസ് എന്ന് പറഞ്ഞാൽ ഒറ്റ സംഭവം. ആ ഒറ്റ സംഭവം എന്ന് പറഞ്ഞാൽ പീഡാസഹനം, മരണം, ഉയർപ്പ്. ഇതാണ് പ്രപഞ്ചത്തിൻ്റെ മുഴുവനെയും കറക്കി തിരിച്ച ഏറ്റവും വലിയ സംഭവം. പ്രപഞ്ചത്തിൽ നടന്ന ഏറ്റവും വലിയ സംഭവം കെയ്റോസ്. അവിടെ അതാണ് കാറ്റഗിസത്തിൽ 426ാമത്തെ ഖണ്ഡികയിൽ പറയുന്ന ഒരു കാര്യം. മതബോധനത്തിൻ്റെ അർത്ഥം എന്താ മതബോധനം എന്ന് പറഞ്ഞാൽ? മതബോധനത്തിൻ്റെ അന്തസത്തയായി നാം കാണുന്നത് ഒരു വ്യക്തിയെയാണ്.
നസ്രത്തിൽ നിന്നുള്ള യേശു എന്ന വ്യക്തിയെ പിതാവിൽ നിന്നുള്ള ഏകപുത്രനായ അവിടുന്ന് കണ്ടോ. ഇനി 3 കാര്യങ്ങളാണ്. നമുക്ക് വേണ്ടി പീഡകൾ സഹിച്ച് മരിച്ച് ഉത്ഥാനശേഷം ഇപ്പോൾ നമ്മോടൊത്ത് എപ്പോഴും വസിക്കുന്നു. എനിക്ക് വേണ്ടി പീഡ സഹിച്ചു, മരിച്ചു, ഉയർത്തു. ഈ യേശുവാണ് ഇപ്പോൾ നമ്മോടൊത്ത് വസിക്കുന്നത്. ആ പരസ്യ ജീവിതകാലത്തുണ്ടായിരുന്ന യേശു ജനിച്ചു. എങ്ങനെ ജനിച്ചു? യേശു എങ്ങനെ ജനിച്ചു? സ്ത്രീയിൽ നിന്ന് ജാതനായി. മർത്യമായ ശരീരത്തോടും അമർത്യമായ ആത്മാവും കൂടി സ്ത്രീയിൽ നിന്ന് ജാതനായി. മർത്യമായ ശരീരത്തോടും അമർത്യമായ ആത്മാവോടും കൂടി സ്ത്രീയിൽ നിന്ന് ജാതനായി. ആ മർത്യ ശരീരത്തോടെ ഇരിക്കുന്ന ഈശോയ്ക്ക് നമ്മുടെ ഉള്ളിൽ കയറാൻ പറ്റില്ല. ആ ഈശോ തൻ്റെ ദൗത്യത്തിൻ്റെ പൂർത്തീകരണമായിട്ട് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്തുകൊണ്ട് ആ പാപങ്ങൾ തൻ്റെ ശരീരത്തിൽ ഏറ്റെടുത്ത് ആ മർത്യ ശരീരം മരിച്ചു. ശ്രദ്ധിക്കണം, ആ മർത്യ ശരീരത്തിലുണ്ടായിരുന്ന രക്തം മുഴുവനും വാർന്നു പോയി. അത് മരിച്ചു. ആ ശരീരത്തെ അവർ താഴെ ഇറക്കി പൊതിഞ്ഞ് അടക്കി. ഒരു ചാപ്റ്റർ ക്ലോസ്ഡ്. അവരെല്ലാം വിചാരിച്ചു കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു, അവനെ ഞങ്ങൾ കൊന്നു, കഴിഞ്ഞു. അവനെ അവർ കുഴിച്ചിട്ടു. ഇനി ആ കുഴിയിലേക്ക് നോക്കും. ആ കുഴിയിൽ അവൻ്റെ രക്തമില്ലാത്ത മരിച്ച ഈ ശരീരത്തിൽ പുതിയ ജീവൻ വരുന്നു. അതാണ് സർവാധിപനാം കർത്താവേ, മർത്യനു നിത്യ മഹോന്നതമാം ഉത്ഥാനം നീ അരുളുന്നു. ഈ മർത്യ ശരീരം, മരിച്ച ആ ശരീരത്തിൽ പുതുജീവൻ, അതിൽ പുതിയ രക്തം, പുതിയ ഹൃദയം, രക്തധമനികൾ ചലിക്കുന്നു, ഹൃദയമിടിക്കുന്നു. അതാണ് ഇനി മരിക്കാത്ത അമർത്യ ജീവൻ. അമർത്യം, നിത്യമായ ജീവൻ അമർത്യ ശരീരമായി മാറുന്നു. അമർത്യ ശരീരമായി മാറുന്നു. അമർത്യ ശരീരമായി മാറുന്നു. അമർത്യ ശരീരമായി മാറുന്നു. ആ അമർത്യ ശരീരത്തിന് സൂക്ഷ്മവും വേറെ പല ഗുണങ്ങളുമുണ്ട്. അത് സൂക്ഷ്മതയുള്ള ശരീരമാണ്. ആ ശരീരത്തിന് പാറയിലൂടെ കടന്നു വരാം. ആ ശരീരത്തിന് പുറത്തു വരാൻ കബറിടം തുറക്കേണ്ട ആവശ്യമില്ല. പക്ഷെ കബറിടം തുറന്നു. എന്നാൽ ആ ശരീരത്തിന് പുറത്തു വരാൻ കബറിടം തുറക്കേണ്ട ആവശ്യമില്ല. ആ ശരീരം ആകുന്ന ഈശോ, ആ ശരീരമുള്ള ഈശോ ഇതാ ശിഷ്യന്മാർ അടഞ്ഞ് കവാടങ്ങൾ അടച്ച് പേടിച്ചിരിക്കെ അടഞ്ഞ കവാടത്തിലൂടെ അത് കടന്നു വരുന്നു. ആ ശരീരത്തോടെ ഉള്ള ഈശോ, ആത്മാവും ശരീരവും അമർത്യമായിരിക്കുന്ന ഈശോക്ക് എങ്ങനെ വേണമെങ്കിലും മാറാം. ആ ഈശോയ്ക്ക് വഴിപോക്കനാകാം, ആ ഈശോയ്ക്ക് തോട്ടക്കാരനാകാം. ആ ഈശോ എമ്മാവൂസിലൂടെ ആൾക്കാരോട് സംസാരിച്ചു പോകുന്നു. ആ ഈശോ പെട്ടെന്ന് അവരോടുകൂടെ ഭക്ഷിച്ചിരിക്കുമ്പോൾ അപ്പം ഒഴിച്ചപ്പോൾ അപ്പത്തിലേക്ക് കയറുന്നു. അപ്പത്തിലൂടെ അവരുടെ അകത്തേക്ക് കയറുന്നു, അപ്രത്യക്ഷനാകുന്നു. പെട്ടെന്ന് അതേ സമയത്ത് വേറെ സ്ഥലത്ത് വരുന്നു. ഇതെല്ലാം സാധിക്കും. അതാണ് മരിച്ച് പീഡ സഹിച്ച് മരിച്ച് ഉയർത്ത ഈശോ ആണ് നമ്മളിൽ ഇപ്പോൾ വസിക്കുന്നത്. അതാണ് സൂപ്പർ നാച്ചുറൽ. എന്തോ ഒരു സൂപ്പർ നാച്ചുറലാണ് ഇത്. നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത് ആരാ? നമ്മുടെ പാപമേറ്റെടുത്ത് മരിച്ച് ഉയർത്ത് മഹത്വീകരിക്കപ്പെട്ട് സ്വർഗാരോഹണം ചെയ്ത് വീണ്ടും ആത്മാവായി വന്ന് നമ്മളിൽ കയറി വസിക്കുന്നു.
എന്നേക്കുമായിട്ട് നമ്മിൽ വസിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ പ്രകൃത്യാതീത വശം. പ്രകൃത്യാതീത ഇതൊരു മനുഷ്യ മനസ്സിനെ ഉൾക്കൊള്ളാൻ സാധ്യമല്ല. എന്നാൽ ഈ പ്രകൃത്യാതീത ശക്തി തന്നെ ആ വ്യക്തിയുടെ അകത്ത് ഒരു വെളിപാട് നൽകണം, ഒരു ശക്തി നൽകണം. ഒരു വെളിവ് നൽകുമ്പോൾ ആ ശക്തി തന്നെ അത് മനസ്സിലാക്കി തരും, അത് അനുഭവിപ്പിച്ചു തരും. അതാണ് അപ്പസ്തോലന്മാരുടെ കണ്ണ് തുറന്നു, അല്ലെങ്കിൽ ശിഷ്യന്മാരുടെ കണ്ണ് തുറന്നു. അപ്പോൾ ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയും ചിലപ്പോൾ, കേട്ടോ, നിങ്ങൾ വിഷമിക്കും. അതാണ് റോമാക്കാർക്ക് ഇത് ലേഖനം മുഴുവൻ, ആദ്യം മുതൽ അവസാനം വരെ മുഴുവനും പൗലോസ് പറഞ്ഞത്. ജഡപ്രകാരം ദാവീദിന്റെ സന്തതിയിൽ ജനിച്ചവനും മരിച്ചവരിൽ നിന്നുള്ള ഉത്ഥാനം വഴി വിശുദ്ധിയുടെ ആത്മാവിന് ചേർന്ന വിധം ശക്തിയിൽ ദൈവപുത്രനായി നിശ്ചയിക്കപ്പെട്ടവരുമാണ്. അവൻ്റെ നാമത്തെ പ്രതി വിശ്വാസത്തിൻ്റെ വിധേയത്വം സകല ജനതകളുടെ ഇടയിലുള്ള വാക്ക്. അപ്പോൾ ഇതാണ് പിന്നീട് നമ്മൾ റോമർ 8:11 പറയുന്നത് എന്താ? യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ, യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിലൂടെ നിങ്ങളുടെ മർത്യ ശരീരങ്ങൾക്ക് പുതുജീവൻ നൽകും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അത് ഇതിൻ്റെ അവസാന ഭാഗം അവിടുന്ന് ക്രിസ്തു രഹസ്യം സന്നിഹിതമാക്കുന്നു. അപ്പോൾ ക്രിസ്തു രഹസ്യം എന്ന് പറയുമ്പോൾ എന്താ ക്രിസ്തു രഹസ്യം? അതെ, യേശു ജനിച്ചു എന്നതൊരു ക്രിസ്തു രഹസ്യമാണ്. യേശുവിൻ്റെ 30 വർഷത്തെ രഹസ്യ ജീവിതം ഒരു ക്രിസ്തു രഹസ്യമാണ്. 3 വർഷത്തെ പരസ്യ ജീവിതം ക്രിസ്തു രഹസ്യമാണ്. എന്നാൽ അതിൻ്റെ എല്ലാം ഉച്ചകോടി 3 ദിവസത്തെ കാര്യമാണ്. 30 വർഷത്തെ കാര്യം, 3 വർഷത്തെ കാര്യം, ഇനി 3 ദിവസത്തെ കാര്യം. എന്താണത്? പീഡ സഹിച്ചു, മരിച്ചു, ഉയർത്തു. ആ യേശു, ആ ഉയർത്തെഴുന്നേറ്റ യേശുവിനെയാണ്, ആ ഉയർത്തെഴുന്നേറ്റ യേശുവിൻ്റെ ശരീരവും രക്തവുമാണ് നാം വിശുദ്ധ കുർബാനയിൽ ഭക്ഷിക്കുന്നത്. ആ യേശുവിനെ തന്നെയാണ് നമ്മൾ ഭക്ഷിക്കുന്നത്. ആ ഉയർത്തെഴുന്നേറ്റ യേശുവാണ് നമ്മിലേക്ക് കടന്നു വരുന്നത്. നമ്മുടെ പാപങ്ങൾ ഏറ്റെടുത്ത് മരിച്ച് ഉയർത്ത യേശുവാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത്. അതാണ് അവരെ അനുസ്മരിക്കുന്ന അവിടുത്തെ മരണവും ഉത്ഥാനവും ഗ്രഹിക്കാൻ അവരുടെ മനസ്സ് തുറക്കുന്നു. ആര് തുറക്കുന്നു? ഈ പരിശുദ്ധാത്മാവ് തുറക്കുന്നു. അപ്പോഴേ നമുക്കിത് മനസ്സിലാവുള്ളൂ. അവിടുന്ന് ക്രിസ്തു രഹസ്യം സന്നിഹിതമാക്കുന്നു. ഞാൻ പറഞ്ഞു ഇന്നലെ, ക്രിസ്തു രഹസ്യം 2000 വർഷങ്ങൾക്ക് മുമ്പ് നടന്നത്, അപ്പോൾ തന്നെ അനന്തതയിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന രഹസ്യം ഇപ്പോൾ നമ്മുടെ അൾത്താരയിൽ നമുക്ക് വേണ്ടി സന്നിഹിതമാക്കുന്നു. അതേ പരിശുദ്ധാത്മാവ് അങ്ങനെ വിശുദ്ധ കുർബാനയിൽ പരമമായി വിശുദ്ധ കുർബാനയിൽ അതാണ്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്തതാണ്. ഇത് മനസ്സിലാക്കണം. അപ്പോൾ ഇതിൻ്റെ രഹസ്യം എന്ന് പറയുന്നത് യേശുവിൻ്റെ പരസ്യ ജീവിതത്തിലുള്ള യേശുവിലല്ല പൂർണ്ണമായി നമ്മൾ കാണേണ്ടത്. അവിടെ പൂർണ്ണത വന്നിട്ടില്ല. പൂർണ്ണത വരുന്നത് യേശു പീഡ സഹിച്ച് മരിച്ച് ഉയർത്ത് കഴിയുമ്പോഴാണ് പൂർണ്ണത വരുന്നത്. ആ യേശുവാണ് നമ്മളിൽ വസിക്കുമ്പോൾ യേശുവിൻ്റെ മറ്റെല്ലാ രഹസ്യങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മളിൽ വസിക്കുന്നത്. കാരണം യേശു മരിക്കണമെങ്കിൽ യേശു ജനിക്കണം. ഇനി നമ്മൾ ഈശോ വീണ്ടും വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആ രഹസ്യവും നമ്മളിലുണ്ട്. ആ പ്രതീക്ഷ നമ്മളിലുണ്ട്. അതുകൊണ്ടാണ് വിശുദ്ധ കുർബാനയുടെ അവസാനത്തിലെല്ലാം നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളിൽ നമ്മൾ ആ പ്രതീക്ഷയോടെയാണ് സ്വീകരിക്കുന്നത്. അതുകൊണ്ടാണ് വിശുദ്ധ കുർബാന സ്വീകരണ സമയത്ത് തന്നെ ഇത് പറഞ്ഞുകൊണ്ടാണ് സ്വീകരിക്കുന്നത്. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവിശ്വംശിയായുടെ പ്രസാദപരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. അപ്പോൾ ശുശ്രൂഷകൻ അരുളി ചെയ്യുന്നു, സ്വർഗ്ഗരാജ്യത്തിലുള്ള വിശ്വാസത്തോടെ കർത്താവിശ്വംശിയായുടെ ശരീരവും രക്തവും സ്വീകരിക്കാൻ തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. കണ്ടോ, ഇവിടെ സ്വർഗരാജ്യം എന്ന് പറയുന്നത്
വരാനിരിക്കുന്ന യേശുവിൻ്റെ രണ്ടാമത്തെ വരവിൽ സംസ്ഥാപിതമാകാൻ പോകുന്ന ആ സ്വർഗരാജ്യത്തിൻ്റെ പൂർണ്ണതയാണ്. അതുകൊണ്ട് വിശുദ്ധ കുർബാന സ്വീകരണം കഴിയുമ്പോൾ നമ്മളുടെ പ്രാർത്ഥനകളെല്ലാം പിന്നെ മഹത്വത്തിൽ പങ്കുകേറുന്ന ആ ഒരു ബോധ്യത്തിലാണ് പ്രാർത്ഥനകളെല്ലാം. അത് കഴിഞ്ഞിട്ടുള്ള പ്രാർത്ഥനകൾ, അതുപോലെ സമാപന ആശീർവാദം, ഞങ്ങളുടെ കർത്താവായ വിശ്വാസപൂർവ്വം ഞങ്ങൾ സ്വീകരിച്ച ദിവരഹസ്യങ്ങൾ ഞങ്ങളുടെ കടങ്ങളുടെ പൂർത്തി കാരണമാകട്ടെ. യുഗങ്ങളുടെ രാജാവായ മിശിഹായ നീ ദാസൻ്റെയും സൃഷ്ടാവിൻ്റെയും സദൃശ്യമാകുന്നു. നിന്നിൽ വിശ്വസിച്ച സകലരുടെയും കറകളും കടങ്ങളും നിന്റെ ശരീര രക്തങ്ങളാൽ നിർമാർജനം ചെയ്യുകയും ചെയ്തു. എങ്ങനെ ചെയ്തു? ഈ പീഡാനുഭവ മരണത്തിലൂടെ ക്ഷമിക്കുകയും ചെയ്തു. നീ മഹത്വപൂർണനായി പ്രത്യക്ഷപ്പെടുമ്പോൾ, അതാണ് അതാ വരാനിരിക്കുന്ന കാര്യമാണ്. നമ്മൾ പാടാറുള്ള മോദം കലർന്നു നിന്നെ ഉൾക്കൊണ്ട നിന്റെ ദാസരി, കണ്ടോ? അതെല്ലാം പാടുമ്പോൾ ഈ അർത്ഥത്തിലാണ് നമ്മൾ പാടുന്നത്. ക്ഷമിക്കുകയും ചെയ്തു. നീ മഹത്വപൂർണനായി പ്രത്യക്ഷപ്പെടുമ്പോൾ മനോവിശ്വാസത്തോടെ നിന്നെ എതിരേൽക്കുവാനും സ്വർഗീയ ഗണങ്ങളോടുകൂടെ നിന്നെ സ്തുതിക്കുവാനും ഞങ്ങളെ യോഗ്യരാക്കണേ. കണ്ടോ? അപ്പോൾ നമ്മൾ ഈ സ്വീകരിച്ച ദിവ്യരഹസ്യങ്ങൾ നമ്മളുടെ പാപങ്ങളും കടങ്ങളും പുറത്ത് സ്വർഗീയമായ ജീവിതം നമുക്കിവിടെ നൽകുക മാത്രമല്ല, ഇനി ഈശോയുടെ മഹത്വപൂർണമായ പ്രത്യക്ഷപ്പെടലിൽ മനോവിശ്വാസത്തോടെ നിന്നെ എതിരേൽക്കാൻ ഞങ്ങളവിടെ ഒരുക്കുകയാണ് ഇപ്പോഴേ തന്നെ, അത് സ്വീകരിക്കുന്നവർക്ക്. അതുകൊണ്ടാണ് ആ കുർബാനയുടെ അവസാനത്തെ ആശീർവാദത്തിൽ പറയുന്നത് പ്രീതി കലർന്ന യുഗാന്ത്യത്തിൽ സ്വർഗീയോർസ്ലേ നഗരത്തിൽ മാലാഖാമാരുത്തുവലം ഭാഗം നമ്മൾ കരുളട്ടെ. അപ്പോൾ ആ വരാനിരിക്കുന്ന ഈശോയെ നമ്മളിപ്പോൾ ഇവിടെ സ്വീകരിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ലത്തീൻ കുർബാനയിൽ ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ രഹസ്യം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. ക്രിസ്തു മരിച്ചു, ക്രിസ്തു ഉയർത്തു, ക്രിസ്തു വീണ്ടും വരും. അപ്പോൾ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ, ഞാനൊക്കെ ധൃതിയിലായി പോവുകയാണ്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ യൂക്രിസ്ത്യ എക്ലീസിയ എന്ന ആ എൻസിക്ലിക്കലിൽ പറഞ്ഞിരിക്കുന്നൊരു കാര്യം, വിശുദ്ധ കുർബാനയിൽ നാം ഈശോയുടെ കഴിഞ്ഞ കാലത്തെയും വർത്തമാനകാലത്തെയും ഭാവി കാലത്തെയും ഒരേ സമയം നമ്മൾ ഏറ്റുമുട്ടുന്നു, അനുഭവിക്കുന്നു. ക്രൈസ്റ്റ് ദ പാസ്റ്റ്, അതായത് ഈശോയുടെ ലോകസ്ഥാപനം മുതലുള്ള ആ ഈശോയെ, വചനമാംസമായി ജനിച്ച ഈശോയെ, പരസ്യ ജീവിതത്തിലുണ്ടായിരുന്ന ഈശോയെ, വർത്തമാനം അതായത് ഇപ്പോൾ മരിച്ചുയർത്ത ഈശോയെ, ഇനി അന്ത്യദിനത്തിൽ രാജാതിരാജനായി വീണ്ടും വരുന്ന ഈശോയെ നമ്മളിവിടെ വിശുദ്ധ കുർബാനയിൽ സ്വീകരിക്കുന്നു. നമ്മൾ സ്വീകരിക്കുന്ന ഈശോ, അങ്ങനെയാണ് നമ്മൾ ആൽഫായും ഒമേഗായും ആണെന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇതാണ് വിശ്വാസത്തിൻ്റെ പ്രകൃത്യാതീത രഹസ്യം. അപ്പോൾ ഓരോ ദിവസവും വിശുദ്ധ ബലിയിൽ ഇതെല്ലാം നമ്മളുടെ മനസ്സിലുണ്ടായിരിക്കണം. ഇത് വിശുദ്ധ കുർബാന അർപ്പണ സമയത്തും അത് സ്വീകരണ സമയത്തും വളരെ ഈ ഉൾക്കാഴ്ചയിലൂടെ നമ്മൾ സ്വീകരിക്കണം. ഓക്കെ, ഇനി നമ്മൾ അടുത്തതിലേക്ക് പോവാണ്. 92ാമത്തെ ഖണ്ഡികയിലേക്ക് പോവുകയാണ്. 92. വിശ്വാസികളുടെ സമൂഹം ഒന്നാകെ വിശ്വസിക്കുന്ന കാര്യത്തിൽ തെറ്റുപറ്റുക സാധ്യമല്ല. ജനം മുഴുവൻ, മെത്രാന്മാർ മുതൽ വിശ്വാസികളിൽ ഏറ്റവും അവസാനത്തെ ആത്മായൻ വരെ, വിശ്വാസത്തെയും ധാർമ്മിക നിയമങ്ങളെയും സംബന്ധിക്കുന്ന കാര്യങ്ങളിൽ യോജിപ്പ് പുലർത്തുമ്പോൾ
അവരുടെ പ്രകൃത്യാതീതമായ വിശ്വാസ അവബോധത്തിൽ, സെൻസസ് ഫിഡെ, വിശ്വാസ അവബോധത്തിൽ മേൽപ്പറഞ്ഞ സവിശേഷത പ്രകടമാകുന്നു. ഇപ്പോൾ നമ്മൾ 91 മനസ്സിലാക്കിയത് ആ വിശ്വാസത്തിൻ്റെ പ്രകൃത്യാതീത അവസ്ഥാവിശേഷങ്ങളെ പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. ഇനി അത് സഭ മുഴുവനിലും എങ്ങനെ വെളിപ്പെടുത്തി കിട്ടുന്നു? അപ്പോഴാണ് സഭയ്ക്ക് ആ പ്രകൃത്യാതീതമായ ഒരു വിശേഷത ഉണ്ടാകുന്നത്. സഭ, വിശ്വാസികളുടെ സമൂഹം ഒന്നാകെ. എന്താണ് സഭ എന്നത്? വിശ്വാസികളുടെ സമൂഹം. അപ്പോൾ അങ്ങനെ ഓരോരുത്തരിലും ആ ദൈവരാജ്യം സംസ്ഥാപിതമായി, ഓരോരുത്തരും ആ ക്രിസ്തുവിൻ്റെ ഉയർപ്പിൻ്റെ പൂർണ്ണ അനുഭവത്തിലേക്ക് വന്നു. ഓരോരുത്തരും ക്രിസ്തുവിൽ നവീകരിക്കപ്പെട്ട ഒരു പുതിയ അല്ലെങ്കിൽ മറ്റൊരു ക്രിസ്തുവായി മാറി. അങ്ങനെയുള്ള ഒരു അവസ്ഥ വരും. അപ്പോൾ വിശ്വാസികളുടെ സമൂഹം ഒന്നാകെ വിശ്വസിക്കുന്ന കാര്യത്തിൽ തെറ്റുപറ്റുക സാധ്യമല്ല. അപ്പോൾ ആ സമൂഹം ഒന്നാകെ വിശ്വസിക്കുന്ന ഒരു കാര്യത്തിൽ തെറ്റുപറ്റുക സാധ്യമല്ല. അതും വിശ്വാസത്തിൻ്റെ ഒരു സൂപ്പർ നാച്ചുറൽ അവസ്ഥയാണ്. ജനം മുഴുവനും എന്ന് വെച്ചാൽ ദൈവജനം മുഴുവനും, വിശ്വാസികളുടെ സമൂഹം മുഴുവനും, മെത്രാന്മാരും മുതൽ വിശ്വാസികളിൽ ഏറ്റവും അവസാനത്തെ ആത്മായൻ വരെ വിശ്വാസത്തെയും ധാർമ്മിക നിയമങ്ങളെയും സംബന്ധിക്കുന്ന കാര്യത്തിൽ യോജിപ്പ് പുലർത്തുമ്പോൾ അവരുടെ പ്രകൃത്യാതീതമായ വിശ്വാസ അവബോധത്തിൽ മേൽപ്പറഞ്ഞ സവിശേഷത പ്രകടമാകുന്നു. ഇവിടെ 55 എഴുതിയിരിക്കുന്നത് അടിക്കുറിപ്പ് നോക്കുമ്പോൾ ലൂമൻ ജെൻഷ്യം, അതാണ് ഈ ലൂമൻ ജെൻഷ്യം എന്ന് പറയുന്നത്. അതിനു മുമ്പ് 51 എഴുതിയിരിക്കുന്നത് വറ്റിക്കാൻ കൗൺസിൽ 1. ഇപ്പോൾ ലൂമൻ ജെൻഷ്യം എന്ന് പറയുന്നത് വറ്റിക്കാൻ കൗൺസിൽ ഡോക്യുമെൻറ്റിലെ ഒരു പ്രധാനപ്പെട്ട പ്രമാണരേഖയാണ് ലൂമൻ ജെൻഷ്യം. ലൂമൻ വെളിച്ചം, ജൻഷ്യം ജനത, ജനതകളുടെ പ്രകാശം എന്നാണ് ലൂമൻ ജൻഷ്യൻ്റെ പേര്. അതിൽ വിശുദ്ധ അഗസ്തീനോസിൻ്റെ ഒരു പ്രബോധനത്തെ ഉദ്ധരിച്ചുകൊണ്ടാണ്. അപ്പോൾ ഞാനത് ഇടയ്ക്കൊന്ന് പറയണതാണ്, എന്താണ് ഈ വറ്റിക്കാൻ കൗൺസിൽ? കാരണം നമ്മളിൽ ചിലപ്പോൾ ചിലവർക്ക് അത് മുഴുവനും അറിയില്ലായിരിക്കാം. അതായത് അത് ചെറുതായിട്ടൊന്ന് പറയുകയാണ്. കാരണം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇങ്ങനെ നമ്മൾ ഇതിൻ്റെ അടിക്കുറിപ്പിൽ എഴുതിയിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ വറ്റിക്കാൻ കൗൺസിലിലെ വിശ്വാസ പ്രബോധനങ്ങളിലൂടെ ഉരുവായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ഇവിടെ ഇപ്പം DVGS എന്നൊക്കെ എഴുതിയേക്കണതിൻ്റെ അബ്രിവിയേഷൻ, അതിൻ്റെ ഫുൾ മീനിങ് ഇതിൻ്റെ ആദ്യത്തെ നമ്മുടെ കാറ്റക്കിസം പുസ്തകത്തിൻ്റെ ആദ്യത്തിലെ അബ്രിവിയേഷൻസ് എന്ന് പറഞ്ഞ് ഒരു പേജുണ്ട്. ഇതുണ്ട് ഇവിടെ ഇങ്ങനെ അബ്രിവിയേഷൻസ്. ഇത് ഒരു ആദ്യത്തെ പ്രസ്താവനയ്ക്ക് തൊട്ട് മുമ്പ് അത് എല്ലാത്തിനും. അപ്പോൾ അതിൻ്റെ ആ വാക്കുകളുടെ ഫുൾ മീനിങ് അതിലുണ്ടാവും. CL ക്രിസ്റ്റിഫെദിലിറ്റി, CT കാറ്റക്കിസിസ് ട്രദന്തേ, DV ഡോമിനം എത് ബിഫിഫിക്കാൻഡം. അപ്പോൾ അതെല്ലാം അതിനകത്ത് LG ലൂമൻ ജെൻഷ്യം. അപ്പോൾ ഈ ലൂമൻ ജെൻഷ്യം എന്താണ്? GS ഗൗഡിയം എസ്പെക്സ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഫുൾ ഫോം ഇതിനകത്ത് അങ്ങനെ കാണാം. ഇനി അത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കണം. അത് മനസ്സിലാകേണ്ട ഒന്ന്, ഇപ്പോൾ കുറച്ചൊക്കെ നമുക്ക് ഗൂഗിളൊക്കെ അറിയാമല്ലോ. അതിനകത്ത് ചുമ്മാ അടിച്ചു നോക്ക്, ലൂമൻ ജെൻഷ്യം ഒന്ന് ചുമ്മാ അടിക്കുക അതിനകത്ത്, ലൂമൻ ജെൻഷ്യം. അപ്പോൾ ഉടനെ പേജുകൾ ഇങ്ങനെ പറഞ്ഞു വരും. ഇത് വറ്റിക്കാൻ കൗൺസിലിലെ ഒരു കോൺസ്റ്റിറ്റ്യൂഷനാണെന്ന്. അപ്പോൾ എന്താണ് പെട്ടെന്നൊന്ന് പറയാം. വറ്റിക്കാൻ കൗൺസിൽ എന്ന് പറഞ്ഞാൽ സഭയുടെ ചരിത്രത്തിലുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ഒരു സിനഡാണ്, ഒരു കൗൺസിലാണ്. അതിന് പ്രധാന ഇൻസ്പിറേഷൻ ഉണ്ടായത് യോഹന്നാൻ 23-ാം മാർപ്പാപ്പ ജോൺ
23rd മാർപ്പാപ്പയ്ക്ക് 1959 ജനുവരി 25-ാം തീയതി അദ്ദേഹത്തിന് ഒരു പരിശുദ്ധാത്മാവിൻ്റെ വലിയ ഒരു ഇൻസ്പിരേഷൻ ഉണ്ടായി. അതായത് ഒരു സഭ മുഴുവൻ്റെയും എല്ലാ ബിഷപ്പുമാരെയും തിയോളജിയൻസിനെയും എല്ലാം വിളിച്ചു കൂട്ടി ഒരു വറ്റിക്കാൻ കൗൺസിൽ നടത്തണം എന്ന്. അങ്ങനെ സഭയുടെ മുന്നോട്ടുള്ള ഈ കാലഘട്ടത്തിൽ സഭയുടെ ഉള്ളിലും സഭ മുന്നോട്ട് ലോകത്തിന് വേണ്ടി എന്ത് ചെയ്യണമെന്നതിനെക്കുറിച്ച് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം. അങ്ങനെ ഒരു ഉൾക്കാഴ്ചയുണ്ടായി. അത് വലിയൊരു പ്രോജക്റ്റാണ്. അപ്പോൾ അത് പെട്ടെന്ന് പിതാവ് ഇത് കർദിനാൾമാരോടെല്ലാം പറഞ്ഞപ്പോൾ അവരെല്ലാം ആശ്ചര്യപ്പെട്ടു. അവർ പറഞ്ഞു, അതെന്താ അതിൻ്റെ ഉദ്ദേശം? അപ്പോൾ പരിശുദ്ധ പിതാവ് ജോൺ 23-ാം മാർപ്പാപ്പ അവരെ തൻ്റെ ജനാലക്കലേക്ക് കൊണ്ടുപോയിട്ട് പറഞ്ഞു, ആ ജനാല ഒന്ന് തുറക്കാൻ പറഞ്ഞു. അപ്പോൾ ജനുവരി മാസമാണ്, നല്ല മഞ്ഞ്, നല്ല തണുപ്പ്. ആ ജനാല തുറന്നപ്പോൾ പെട്ടെന്ന് നല്ല തണുത്ത കാറ്റ് എന്ന് പറഞ്ഞ അകത്തേക്ക് വീശി. അവരെല്ലാം ഇങ്ങനെ തണുപ്പ് കൊണ്ട് അങ്ങ് രോമാഞ്ചം കൊണ്ടു. അപ്പോൾ പിതാവ് പറഞ്ഞു, ഇതാണ് സഭയിൽ വേണ്ടത്, ഒരു പുതിയ കാറ്റ്, എ ന്യൂ വിൻഡ് ഈസ് റിക്വയർഡ്. കഥ കടച്ചു. എല്ലാവർക്കും എളുപ്പം മനസ്സിലായി കാര്യം. അങ്ങനെ അതിനു വേണ്ടി ഇത് 59-ലാണ് ഈ ആശയം പരിശുദ്ധാത്മാവ് മാർപ്പാപ്പയ്ക്ക് കൊടുത്തത്. അതിനുശേഷം 1962 ഒക്ടോബർ 11-ാം തീയതി മുതലാണ് ഇത് ആരംഭിച്ചത്. അത് സഭയുടെ ചരിത്രത്തിലെ വലിയ ഒരു സംഭവമാണ്. അങ്ങനെ 1965 ഡിസംബർ 8-ാം തീയതി വരെ, അതായത് 62, 63, 64, ആൾമോസ്റ്റ് 65, 3 വർഷക്കാലം നീണ്ടു നിന്ന ഏതാണ്ട് 5000-ഓളം സഭാപിതാക്കന്മാർ, കർദിനാളന്മാരെല്ലാവരും, ആർച്ച് ബിഷപ്പുമാരെല്ലാവരും, ബിഷപ്പുമാരും തിയോളജിയൻസും ദൈവശാസ്ത്രജ്ഞന്മാരും, അങ്ങനെ സഭയിലെ ഏറ്റവും നേതൃത്വത്തിലുള്ള എല്ലാവരും അടങ്ങുന്ന 5000-ഓളം പേര് ഒന്നിച്ച് സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കായിൽ കരങ്ങൾ ഉയർത്തി മാർപ്പാപ്പയോടൊപ്പം പ്രാർത്ഥിച്ചു. ആദ്യത്തെ പ്രാർത്ഥന ഇതായിരുന്നു, പിതാവേ, ഞങ്ങൾക്കൊരു പുതിയ പെന്തക്കോസ്ത നൽകണമേ. അങ്ങനെ സഭയിൽ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പുതിയ പെന്തക്കോസ്ത നൽകണമേ എന്ന് സഭാപിതാക്കന്മാരെല്ലാവരും ഒന്നിച്ച് പ്രാർത്ഥിച്ച് അതിനുശേഷം 3 വർഷം നീണ്ടു നിന്ന ഈ വലിയ 5000 പേരിൽ തുടങ്ങി. എന്നാൽ എല്ലാവരും അതിൻ്റെ എല്ലാ ഭാഗത്തും ഉണ്ടായിരുന്നില്ലായിരിക്കാം. അറ്റ്ലീസ്റ്റ് 3000 പേരോളം എപ്പോഴും ഉണ്ടായിരുന്നു. 3000-ത്തിലധികം പേര് 3 വർഷം കൂടി ഒരുമിച്ച് പ്രാർത്ഥിച്ച് എല്ലാവരും എല്ലാ ദിവസവും ഒരുമിച്ച് ബലിയർപ്പിച്ച്. ആലോചിച്ച് നോക്കണം, 3000 പിതാക്കന്മാർ മാർപ്പാപ്പയോടൊപ്പം എല്ലാ ദിവസവും ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനങ്ങൾക്ക് വേണ്ടി കാത്തിരുന്ന് വളരെ ചൂട് പിടിച്ചതും വളരെ ആവേശം കൊള്ളുന്നതുമായ രീതിയിൽ ചർച്ചകൾ നടത്തി, ഗ്രൂപ്പ് ഡിസ്കഷനുകൾ നടത്തി, ഓരോ കാര്യങ്ങളെക്കുറിച്ച് പരിശുദ്ധാത്മാവിലൂടെ വലിയ പ്രചോദനത്തിലൂടെ ഓരോന്നും തീരുമാനിച്ച് വ്യത്യസ്ത പ്രമാണ രേഖകളുണ്ടാക്കി അത് സഭയുടെ ഔദ്യോഗിക പ്രബോധനങ്ങളാക്കി മാറി. അങ്ങനെ അത് തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ജോൺ 23-ാം മാർപ്പാപ്പ മരിച്ചു, സ്വർഗത്തിലേക്ക് പോയി. അങ്ങനെ പിന്നീട് അതിൻ്റെ മുഖ്യഭാഗം മുഴുവനും വീരോചിതമായി നടത്താൻ പരിശുദ്ധാത്മാവ് തിരഞ്ഞെടുത്തത് പോൾ 6-ാമൻ മാർപ്പാപ്പയാണ്. പോൾ 6-ാമൻ മാർപ്പാപ്പ വളരെ മനോഹരമായി അത് നയിച്ചു.
അങ്ങനെ അതിനുശേഷം പോളാറാമൻ മാർപ്പാപ്പയ്ക്കുണ്ടായ വലിയ ഒരു പ്രചോദനം ഈ കൗൺസിലിൽ, അതാണ് വത്തിക്കാൻ കൗൺസിൽ. അപ്പോൾ ആ വത്തിക്കാൻ കൗൺസിൽ പരിശുദ്ധാത്മാവിലൂടെ ലഭിച്ച വളരെയധികം പ്രചോദനങ്ങളെ മുഴുവനും ഉൾപ്പെടുത്തി നമ്മൾക്ക് ഒരു പുതിയ മതബോധനം ഉണ്ടാക്കണം. ഇത് കൗൺസിലിൽ ചർച്ച ചെയ്ത് ഡോക്യുമെൻ്റ് ആയിരുന്നാൽ പോരാ, അത് ജനഹൃദയങ്ങളിലേക്ക് പ്രവഹിക്കുന്നതിന് മതബോധനം വേണം. മതബോധനം നവീകരിക്കണം. അങ്ങനെ മതബോധനം നവീകരിക്കാൻ വേറെ ഒരു കൗൺസിൽ ഉണ്ടാക്കി. അതിനുശേഷം ആ സിനഡ്, ബിഷപ്പുമാരുടെ സിനഡ് കൂടി ആദ്യം എവാഞ്ചലൈസേഷന് വേണ്ടി കൂടി. അങ്ങനെ ഉണ്ടാക്കിയ ആദ്യത്തെ ഡോക്യുമെൻ്റാണ് എവാഞ്ചലി നുൻഷ്യാൻഡി. അത് ഈ കൗൺസിലിൽ ഉണ്ടായ ഉൾക്കാഴ്ചകളെല്ലാം ജനങ്ങളിൽ സുവിശേഷവൽക്കരണത്തിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട്. അതിനുശേഷം പോളാറാമൻ മാർപ്പാപ്പ വിളിച്ചു കൂട്ടിയ സിനഡായിരുന്നു മതബോധനത്തിന് വേണ്ടിയുള്ളത്. ഈ കൗൺസിലിലെ ആശയങ്ങളെല്ലാം മതബോധനത്തിൽ കൊണ്ടുവരണം. അതിനുശേഷം അപ്പോഴേക്കും പോളാറാമൻ മാർപ്പാപ്പ മരിച്ചു. അങ്ങനെ പോളാറാമൻ മാർപ്പാപ്പ മരിച്ചു കഴിഞ്ഞപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട മാർപ്പാപ്പ, ഞാൻ എപ്പോഴും ആ പേര് മറന്നു പോകും, കർദിനാൾ ലൂസീനി. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ മുൻപത്തെ മാർപ്പാപ്പമാര് ജോണും പോളും ചെയ്തത് കണ്ടിന്യൂ ചെയ്യും. അങ്ങനെ അദ്ദേഹം ജോൺ പോൾ ഒന്നാമൻ എന്ന പേര് സ്വീകരിച്ചു. പക്ഷെ അദ്ദേഹം 33 ദിവസമേ ജീവിച്ചിരുന്നുള്ളൂ. അങ്ങനെ 33 ദിവസം കഴിഞ്ഞപ്പോൾ ആ മാർപ്പാപ്പ മരിച്ചു. അങ്ങനെയാണ് തുടർന്ന് കാരോൾ വൈറ്റിയുവ മാർപ്പാപ്പയായി. അദ്ദേഹം പറഞ്ഞു, ഞാനും അതേ പേര് സ്വീകരിക്കും, ഞാൻ ജോൺ 23 പോളാറാമനും ചെയ്ത കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക. അങ്ങനെ ഞാൻ ജോൺ പോൾ തന്നെയാകും. അങ്ങനെ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അത് മുന്നോട്ട് കൊണ്ടുപോയി. ആ വേദപാഠത്തിന്, കാറ്റക്കിസത്തെക്കുറിച്ചുണ്ടായ സിനഡിൻ്റെ പ്രബോധന രേഖയായിട്ട് കൊണ്ടുവന്നതാണ് മതബോധനം ഇന്ന് എന്ന പ്രമാണരേഖ, കാറ്റക്കിസിസ് ത്രദന്തേ. അപ്പോൾ ഇതിൽ മുഴുവനും ഈ എവാഞ്ചലി നുൻഷ്യാൻഡിയിലും കാറ്റക്കിസിസ് ത്രദന്തേ, മതബോധനം ഇന്ന് എന്നതിൽ മുഴുവനും ഈ വത്തിക്കാൻ കൗൺസിലിൽ ഉണ്ടായ പുതിയ കാര്യങ്ങളും ബോധ്യങ്ങളും എല്ലാം അതിൽ പ്രതിഫലിപ്പിച്ചിരിക്കുന്നു. അതിനുശേഷമാണ് ഇതെല്ലാം പൂർണ്ണമായിട്ട് പ്രതിഫലിപ്പിക്കാൻ ഒരു മതബോധന ഗ്രന്ഥം തന്നെ വേണം. അതുകൊണ്ട് വത്തിക്കാൻ കൗൺസിലിലെ പ്രമാണരേഖകളിൽ ഉണ്ടായിരിക്കുന്ന എല്ലാ പ്രധാന പ്രബോധനങ്ങളും ഈ മതബോധന ഗ്രന്ഥത്തിൽ ഇന്ന് നമുക്ക് ലഭ്യമാണ്. പ്രൈസ് ദ ലോർഡ്. അതാണ് വത്തിക്കാൻ കൗൺസിൽ. അപ്പോൾ ഇത് ചിലവരെന്നോട് ചോദിച്ചത് കൊണ്ട് കൂടിയാണ് ഞാനിത് ഇങ്ങനെ പറയാവുന്നത്. കാരണം എല്ലാവർക്കും ചിലപ്പോൾ സാധാരണ ആളുകൾക്ക് ഇത് മുഴുവനും മനസ്സിലാവണമെന്നില്ല. നമ്മൾ ആരെയും വിമർശിച്ചിട്ട് കാര്യമില്ല, നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം. അത് നമ്മുടെ ഒരു കടമയാണ്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാനിത് പറയും, പുതിയ ആളുകൾക്കത് മനസ്സിലാകാൻ. അപ്പോൾ ഇത്രയും കൊണ്ട് ഇത് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ അതങ്ങനെ ഇത്രയും ഞാൻ പറഞ്ഞത് എളുപ്പം വലിയൊരു കാര്യത്തെ ഏറ്റവും രക്തചുരുക്കത്തിൽ പറഞ്ഞു. അപ്പോൾ ഇവിടെ അടിക്കുറിപ്പിൽ കാണുന്നതിൽ ഈ DV GS ഇതൊക്കെ പറയണതിൻ്റെ അബ്രിവിയേഷൻ നോക്കുമ്പോൾ, അതിൻ്റെ എക്സ്പാൻഷൻ നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാകും അത് അധികവും വത്തിക്കാൻ കൗൺസിൽ ഡോക്യുമെൻ്റുകളിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. ഇപ്പം ഇത് ഞാൻ പറയാൻ ഒരു കാരണം, പോപ്പ് ജോൺ പോൾ 1 എന്ന് പറയുന്നത് ആൽബിനോ ലൂസിയാനി അല്ല, സോറി, കാർഡിനാൾ ആൽബിനോ ലൂസിയാനി. താങ്ക് യു അന്ന മരിയ. കാർഡിനാൾ ആൽബിനോ ലൂസിയാനി 33 ദിവസം മാത്രം മാർപ്പാപ്പയായിരുന്ന അദ്ദേഹം ജോൺ പോൾ എന്ന പേരിടാൻ കാരണം ഞാൻ പറഞ്ഞു. യോഹന്നാൻ 23, ജോൺ 23 പോൾ 6 ചെയ്ത കാര്യം ഞാൻ മുന്നോട്ട് കൊണ്ടുപോകും. അങ്ങനെ കാർഡിനാൾ ആൽബിനോ ലൂസിയാനി
ഇതിനുശേഷം കാർഡിനാൾ കാരോൾ വൈറ്റീവ, അതായത് ഇപ്പോൾ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഇതേ തത്വം സ്വീകരിച്ചു. കാരണം ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഈ വത്തിക്കാൻ കൗൺസിലിൽ മുഴുവനും വളരെ വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിച്ച ഒരാളായിരുന്നു. അതുകൊണ്ട് ആ അഗ്നി മുഴുവനും ഉള്ളിൽ വെച്ചുകൊണ്ടാണ് അദ്ദേഹം തുടങ്ങുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് അതേ ആശയം തന്നെയാണ്. അപ്പോൾ ഇതെല്ലാം ഞാൻ പറയാനുള്ള ഒരു കാരണം, ഇതും വിശ്വാസത്തിൻ്റെ പ്രകൃത്യാതീത സംഭവമാണ്. ഈ വത്തിക്കാൻ കൗൺസിൽ എന്ന് പറയുന്നത് തന്നെ ഈ 2000 വർഷത്തെ സഭയുടെ പ്രവർത്തനത്തിൽ പരിശുദ്ധാത്മാവ് നൽകിയ ഏറ്റവും വലിയ പ്രകൃത്യാതീതമായ ഒരു സംഭവമാണ്. ഞാനിതിനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ എനിക്കറിയാൻ സാധിച്ചത് അതിൽ പങ്കെടുത്തിരുന്ന ഒരു കർദിനാൾ ബെൽജിയത്തെ കർദിനാളായിരുന്ന കർദിനാൾ ജോസഫ് പേര് മറന്നു പോണു. ആ കർദിനാൾ ആണ് കരിസ്മാറ്റിക് നവീകരണത്തെ മനസ്സിലാക്കുകയും ആ കർദിനാളാണ് കരിസ്മാറ്റിക് ബെൽജിയത്തുണ്ടായിരുന്ന കർദിനാൾ ആണ് കരിസ്മാറ്റിക് പ്രസ്ഥാനത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ സഹായിച്ചത്. അപ്പോൾ ആ കർദിനാൾ അതിനുശേഷം അദ്ദേഹത്തിന് വത്തിക്കാൻ കൗൺസിലുണ്ടായിരുന്ന അനുഭവത്തെ മുഴുവനും ഉൾക്കൊണ്ടുകൊണ്ടൊരു പുസ്തകം എഴുതി, മെമ്മറീസ് ആൻഡ് ഹോപ്പ് എന്ന പുസ്തകം. അത് ഞാൻ മുഴുവനും വായിച്ചു. അതിൻ്റെ എന്തോ ഒരു ആവേശമാണ് അതിനകത്ത്. അത് വായിക്കുമ്പോൾ നമ്മുടെ ഹൃദയം അങ്ങ് ജ്വലിക്കും, പലപ്പോഴും കണ്ണിൽ നിന്ന് വെള്ളം വരും. അതുപോലെ ആത്മാവിൻ്റെ അഭിഷേകമായിരുന്നു. മെമ്മറീസ് ആൻഡ് ഹോപ്പ് എന്ന് പറഞ്ഞിട്ട് പേര് മറന്നുപോയി, കാർഡിനാൾ ഓഫ് ബെൽജിയം. ഓക്കെ. അപ്പോൾ അന്നത്തെ നവീകരണ പ്രസ്ഥാനത്തിൻ്റെ ചെയർമാനായിരുന്ന ഫാദർ ഫിയോ ആണ്. അപ്പോൾ ഈ കർദിനാൾ ആ പുസ്തകം ഇന്ത്യയിലെ എല്ലാ മെത്രാന്മാർക്കും ഫ്രീ ആയിട്ട് ഒരു കോപ്പി കൊടുത്ത് വിട്ടു. അപ്പോൾ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണതിൻ്റെ ഇടയ്ക്ക് ഫിയോ അച്ഛൻ എനിക്ക് ഒരു കോപ്പി തന്നു. അങ്ങനെ ഞാനത് മുഴുവനും വായിച്ചു. അങ്ങനെ ആ രണ്ടാം വത്തിക്കാൻ സൂനദോസിൻ്റെ അകത്ത് നടന്ന സംഭവങ്ങളൊക്കെ വളരെ ആത്മാർത്ഥമായിട്ട് എനിക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചു. ആ വത്തിക്കാൻ കൗൺസിലിനോട് ഭയങ്കര ഒരു സ്നേഹം എനിക്കുണ്ടായി. അത് നിങ്ങൾ എങ്ങനെയെങ്കിലും പഠിക്കാൻ ശ്രമിക്കണം. ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാനിങ്ങനെ പറയാം. ആ വത്തിക്കാൻ കൗൺസിലിനെ കുറിച്ച് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് പ്രബോധനങ്ങളെല്ലാം കിട്ടും. മെമ്മറീസ് ആൻഡ് ഹോപ്സ് ബൈ ലിയോൺ ജോസഫ് കാർഡിനാൾ സുവൻസ്. കാരണം നമ്മളെ സഹായിക്കാൻ എല്ലാവരും ഉണ്ട്. മെമ്മറീസ് ആൻഡ് ഹോപ്പ് ബൈ ലിയോൺ ജോസഫ് കാർഡിനാൾ സുവൻസ്. മെമ്മറീസ് ആൻഡ് ഹോപ്പ് അത് അവൈലബിൾ ആണോ എന്നറിയില്ല. അന്നത് പ്രൈവറ്റ് ഡിസ്ട്രിബ്യൂഷനായിട്ട് അദ്ദേഹം നൽകിയതായിരുന്നു. മെമ്മറീസ് ആൻഡ് ഹോപ്സ് ബൈ. അപ്പോൾ എൻ്റെ ലൈബ്രറിയിൽ ഇങ്ങനെ ഒരുപാട് പുസ്തകങ്ങളുണ്ട്. ഇതായിരുന്നു എൻ്റെ ഒരു കാലഘട്ടത്തിലെ മുഴുവൻ ഇരുന്ന് വായിക്കുക പഠിക്കുക. അപ്പോൾ ഇതെല്ലാം ഞാൻ പറയുമ്പോൾ നിങ്ങളെ പ്രചോദിപ്പിക്കാനാണ്. പ്രചോദിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ ഈ വത്തിക്കാൻ കൗൺസിലിൽ പ്രവർത്തിച്ച അന്ന് ആ വത്തിക്കാൻ കൗൺസിലിൽ പ്രവർത്തിച്ച മിക്കവാറും പിതാക്കന്മാരൊക്കെ എന്തെങ്കിലും എഴുതിയിട്ടുണ്ട് ഇങ്ങനെ. കാരണം അവർക്കൊരിക്കലും മറക്കാൻ പറ്റില്ല. 3000-ഓളം പിതാക്കന്മാർ എല്ലാ ദിവസവും ഒരുമിച്ച് ബലിയർപ്പിച്ച് പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ച് മീറ്റിംഗ് നടത്തുന്ന ഒരു സെമിനാർ ലോക ചരിത്രത്തിലുണ്ടായിട്ടില്ലല്ലോ. അതുപോലൊരു സെമിനാർ. അപ്പോൾ ഇന്നും പരിശുദ്ധാത്മ നവീകരണം സഭയിൽ നടക്കുന്നതെല്ലാം അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇന്നും നടക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ വിശ്വാസത്തിൻ്റെ പ്രകൃത്യാതീത സത്യങ്ങളാണ് കാർഡിനാൾ സുവൻസ്. അപ്പോൾ വിശ്വാസികളുടെ സമൂഹം ഒന്നാകെ വിശ്വസിക്കുന്ന കാര്യത്തിൽ തെറ്റുപറ്റുക സാധ്യമല്ല. ജനം മുഴുവനും മെത്രാന്മാരും
മുതൽ വിശ്വാസികളിൽ ഏറ്റവും അവസാനത്തെ അൽമായൻ വരെ വിശ്വാസത്തെയും ധാർമ്മിക നിയമങ്ങളെയും സംബന്ധിക്കുന്ന കാര്യങ്ങളിൽ യോജിപ്പ് പുലർത്തുമ്പോൾ അവരുടെ പ്രകൃത്യാതീതമായ വിശ്വാസ അവബോധത്തിൽ മേൽപ്പറഞ്ഞ സവിശേഷത പ്രകടമാകുന്നു. അതെന്ത് അടിസ്ഥാനത്തിലാണ് എഴുതിയിരിക്കുന്നത്? അതാണ് ഞാൻ പറയാൻ കാരണമുണ്ടായത്. ലൂമൻ ജെൻഷ്യം 12 വറ്റിക്കാൻ കൗൺസിലിലെ വളരെ പ്രധാനമായ ഒരു രേഖയാണ് ജനതകളുടെ പ്രകാശം, ലൂമൻ ജെൻഷ്യം. 785 പാരഗ്രാഫിൽ ദൈവത്തിൻ്റെ ഒന്ന് വായിച്ചു വയ്ക്കാം. ദൈവത്തിൻ്റെ വിശുദ്ധ ജനം ക്രിസ്തുവിൻ്റെ പ്രവാചകധർമ്മത്തിലും പങ്കുചേർന്ന് പ്രത്യേകിച്ച് അൽമായരും വൈദികരുമായ മുഴുവൻ ജനത്തിൻ്റെയും പ്രകൃത്യാതീതമായ വിശ്വാസ അവബോധം വഴി ഈ ജനം വിശുദ്ധർക്ക് എന്നേക്കുമായി നൽകപ്പെട്ട ഈ വിശ്വാസത്തിൽ വീഴ്ച വരാനാവാത്ത വിധം നിലനിൽക്കുമ്പോഴും അതിൻ്റെ ധാരണയെ ആഴപ്പെടുത്തുമ്പോഴും ഈ ലോകത്തിൻ്റെ മധ്യത്തിൽ ക്രിസ്തുവിൻ്റെ സാക്ഷികളായി തീരുമ്പോഴും അങ്ങനെ സംഭവിക്കുന്നു. അതായത് വിശ്വാസത്തിൻ്റെ പ്രകൃത്യാതീതമായ ആ ശക്തിയായിട്ട് സഭ മാറുന്നു. അങ്ങനെ നമ്മൾ ഓരോരുത്തരിലും സംഭവിക്കണം. ഓരോരുത്തരിലും അത് സംഭവിക്കുമ്പോൾ അത് പ്രസരിച്ച് സഭ മുഴുവനും വിശ്വാസത്തിൻ്റെ സ്തംഭവും അതിൻ്റെ അടിത്തറയുമായിട്ട് മാറും. വിശ്വാസത്തിൻ്റെ സ്തംഭമായിട്ട് മാറും, അതിൻ്റെ അടിത്തറയും സ്തംഭവുമായിട്ട് മാറും. നമുക്ക് നന്ദി പറയാം. നമുക്ക് ഓരോരുത്തരും അതിനുവേണ്ടി അങ്ങ് ദാഹിക്കുക. നമ്മൾ സഭയുടെ ഈ ഔദ്യോഗിക പ്രബോധനങ്ങളിൽ മാത്രം ആശ്രയിക്കുക. ഇതെല്ലാം പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ലോകത്തിൽ ഇതിനെയെല്ലാം വിമർശിക്കാവുന്ന മറ്റ് പല ഗ്രൂപ്പുകളുമുണ്ട്. സഭയോട് ചേർന്ന് നിൽക്കാത്ത വിമർശിക്കുന്നവരൊക്കെ ഉണ്ടാവും. അതിനെ ഒന്നും നമ്മൾ കേൾക്കരുത്, കാണണ്ട. സഭയുടെ ഔദ്യോഗിക പ്രബോധനത്തിൽ നമ്മൾ ശ്രദ്ധ വയ്ക്കുക. അങ്ങനെ നമ്മൾ വിശ്വാസത്തിൻ്റെ കോട്ടയായി കഴിയുമ്പോൾ നമ്മളെ അറ്റാക്ക് ചെയ്യാൻ ഒന്നും വരില്ല. എന്തുകൊണ്ടാണ് കത്തോലിക്കരിൽ പലരും മറ്റ് സഭകളിലേക്കും വിശ്വാസത്തിൻ്റെ ഈ കരുത്ത് വിട്ടു പോകുന്നത്? ഈ ഉത്ഭവത്തിലെ നമ്മളിത് പഠിക്കാത്തത് കൊണ്ടാണ്. നമ്മളിത് പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര അഭിമാനമാണ്. എന്നെ സംബന്ധിച്ച് ഭയങ്കര അഭിമാനമാണ് എനിക്ക്, ഒരു കത്തോലിക്കനായിരിക്കുന്നതിൻ്റെ പേരിലും സഭയോട് ചേർന്ന് ഈ മാർപ്പാപ്പാമാരുടെ പ്രബോധനങ്ങളെല്ലാം ഗ്രഹിക്കാനും സഭാപിതാക്കന്മാരുടെ പ്രബോധനങ്ങളെല്ലാം ഗ്രഹിക്കാനും 2000 വർഷത്തെ ഈ പാരമ്പര്യത്തിലൂടെ കടന്നു വന്നിരിക്കുന്ന പ്രകൃത്യാതീത വിശ്വാസത്തിൻ്റെ പാറയുടെ ഒരു കഷ്ണമായിട്ട് മാറാൻ, നിന്നെ വെട്ടിയെടുത്ത പാറയിലേക്ക്, നിന്നെ കുഴിച്ചെടുത്ത ഖനിഗർഭത്തിലേക്ക് നോക്കുവിൻ. നമ്മൾ അതുപോലെ കരുത്തുള്ളവരാകാൻ എനിക്ക് ഭയങ്കര സന്തോഷവും ആനന്ദവുമാണ്. എനിക്ക് വേറെ ഒന്നും വേണ്ട, വിശ്വാസം മതി. ഓക്കെ, അപ്പോൾ ഇതാണ് എനിക്കും നിങ്ങളോടും പങ്കുവെക്കാനുള്ളത്. നിങ്ങളെല്ലാവരും അതുപോലെ ആകുമെന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. ഗോഡ് ബ്ലെസ് യു.